എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പറ്റേകർ. ഏജ് ഓഫ് 61. Age is number 4 me because I am doing my exercise properly and diet and all the things. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പോസ്റ്റർ ശരിയാക്കണം. അതേമാതിരി നമ്മൾ നിൽക്കുന്നത് എപ്പോഴും ശരി വേണം, സ്ട്രൈറ്റ് ആയിരിക്കണം, സ്പൈനൽ നിർത്തി, തല നിർത്തി ചിരിച്ച് നമ്മൾ എല്ലാവരും വിഷ് ചെയ്യുന്ന രീതിയിൽ നിൽപ്പായിരിക്കണം. എപ്പോഴും ഹാപ്പിനെസ് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഹെൽത്തി ആയിരുന്ന നമ്മൾക്ക് ഒരു പരിധി വരെ ഹാപ്പിനെസ് ഉണ്ടായിരിക്കും. ഹെൽത്ത് ഹാപ്പിനെസ്സിൻ്റെ ഒരു കൂട്ടുകാരനാണ്. അതേമാതിരി നമ്മൾ ബോഡി, ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ബോഡി ഷേപ്പ് ചെയ്ത് പഠിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, ബോഡി ഷേപ്പ് ചെയ്താലേ നമുക്ക് ഷേപ്പ് വരുള്ളൂ. നമ്മൾ വെറും എക്സസൈസ് ചെയ്ത് കൊടുക്കാറില്ലേ. ഇപ്പോൾ ചെസ്റ്റ് വിരിച്ച് കഴിഞ്ഞാൽ അടിയല്ലേ പാക്ക് കറക്റ്റ് തെളിഞ്ഞു. എല്ലാവർക്കും പലരും കളിയാക്കുന്നുണ്ട് പാക്ക് ഇല്ലാത്തതിന്. എൻ്റെ 61 വയസ്സിൽ ഞാൻ ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞത് എൻ്റെ ഭാഗ്യം കൊണ്ടല്ല. ഞാൻ ചെയ്ത പ്രോപ്പർ എക്സസൈസും എല്ലാ കാര്യങ്ങളും എൻ്റെ ഹാർഡ് വർക്കും കാര്യങ്ങളെ കൊണ്ട് മാത്രമാണ് എൻ്റെ ലൈഫ് ഇത്രയും ഭംഗിയായിട്ട് ആരോഗ്യത്തോടെ നിൽക്കാൻ കാരണം. അപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് തോട്ട് ഈസ് അവർ ലൈഫ്. പക്ഷേ നമ്മൾ ഒരു തോട്ട് പ്രിപ്പയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിങ്കിങ് എന്നുവെച്ചാൽ നമ്മളെന്താ ചിന്തിക്കുന്ന വെച്ചാൽ ആ ചിന്ത നല്ലതാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവന്നിട്ട് അത് സക്സസ് ആവാൻ വേണ്ടി ശ്രമിക്കും. ഇടയിൽ നിർത്തരുത്. ഉദാഹരണത്തിന് തൃശ്ശൂരിൽ നിന്ന് കാഞ്ഞാണിക്ക് ടിക്കറ്റ് എടുത്താൽ കുന്നത്തങ്ങാടിയിൽ ഇറങ്ങരുത്. മനസ്സിലായോ? കാഞ്ഞാണി തന്നെ പോയി ഇറങ്ങണം. അപ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ എവറസ്റ്റ് കീഴടക്കാനുള്ള ലക്ഷ്യം എന്ന് വെച്ചാൽ കീഴടക്കണം. നമ്മൾ മാനസികമായി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ മെൻ്റൽ പവറും ശാരീരിക ശക്തി എല്ലാം കൂടി ഒന്നിച്ച് വരുമ്പോൾ നമ്മൾ വലിയൊരു സക്സസ് പേഴ്സണാലിറ്റിയായി മാറാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവാത്തവർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ 6 പാക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഇന്ന് വേറെ ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ആരോഗ്യത്തോടും സംസ്കാരത്തിലും ജീവിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ വലിയ ഉയരങ്ങളിലെത്താൻ സഹായിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.